പാലസ്തീനെതിരായുള്ള ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വലിയ തിരിച്ചടികൾ പ്ലാൻ ചെയ്യുകയാണ്. ഇസ്രായേലിനെ കടലിൽ ബന്ദിയാക്കുകയാണിപ്പോൾ ഇറാൻ. ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ഇറാൻ രഹസ്യ നീക്കം നടത്തുകയാണ്. നേരിട്ടിടപെടാതെ വിമതരെയും സായുധ സംഘങ്ങളെയും ഉപയോഗപ്പെടുത്താനാണ് ഇറാൻ്റെ നീക്കമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇറാൻ എവിടെയും നേരിട്ടിടപെടുന്നില്ല. യമനിലെ ഹൂതി, ലബ്നാനിലെ ഹിസ്ബുള്ള, സിറിയയിലെ ഷിയ സംഘങ്ങൾ എന്നിവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇറാൻ പോരാട്ടം നയിക്കുന്നത്. അവരെയൊക്കെ സഹായിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഹമാസിനും ഇറാൻ്റെ പിന്തുണയുണ്ടെന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ഭയക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം സഹാറൻ മേഖലയിലെ വിമതരെ കൂടെ നിർത്തിയുള്ള നീക്കത്തിന് സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. സഹാറൻ വിമതരെ ഇറാൻ കൂട്ടുപിടിച്ചാൽ ഇസ്രായേലിനും യൂറോപ്പിനും അത് വലിയ തിരിച്ചടിയാകും. മാത്രമല്ല, ചെങ്കടലിൽ ഇസ്രായേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ശേഷമാണ് ഇറാൻ ജിബ്രാൾട്ടർ പാത കൂടി ലക്ഷ്യമിടുന്നത്. ഇറാൻ്റെ ഈ നീക്കം ഇസ്രായേലിന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടിയാകുമെന്ന് മാധ്യമങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്. പേർഷ്യൻ കടൽ, ഹോർമുസ് കടലിടുക്ക് എന്നിവിടങ്ങളിലൂടെയുള്ള പോകുന്ന ചരക്ക് കപ്പലുകൾ നിയന്ത്രിക്കാൻ ഇറാന് ഇതോടുകൂടി സാധിക്കും. ലോകത്തെ പ്രധാന ചരക്കുപാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക്. ഇറാനോട് ചേർന്ന ഈ മേഖല നിലവിൽ സുരക്ഷിതമാണെങ്കിലും ഏത് സമയവും ആ പാതയിൽ തടസ്സം സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കുമെന്നാണ് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെ ഇപ്പോൾ പേടിപ്പെടുത്തുന്നത്. മറ്റൊരു ചരക്കുപാതയാണ് ചെങ്കടൽ വഴിയുള്ളത്. ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കും ചരക്കുകൾ വരുന്ന പ്രധാന പാതകളിലൊന്നാണ് ഈ ചെങ്കടൽ. ഇവിടെയാണ് യമനിലെ വിമതരായ ഹൂതികൾ ഇപ്പോൾ തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത്. ഹൂതികൾ സ്വന്തമായിട്ടാണ് ചെങ്കടലിൽ ഇടപെടുന്നത് എന്നാണ് ഇറാൻ്റെ പ്രതികരണമെങ്കിലും ഹൂതികൾക്ക് പിന്നിൽ ഇറാനാണ് എന്ന് മറ്റു രാജ്യങ്ങളെല്ലാം സംശയിച്ചു തുടങ്ങി. ഒരു പക്ഷേ അതായിരിക്കും ശരി. ഇതുകൂടാതെ ഹോർമുസിനും ചെങ്കടലിനും പുറമെ യൂറോപ്പിലേക്കും ഇസ്രായേലിലേക്കും ചരക്കുകൾ എത്തുന്ന മറ്റൊരു വഴിയുണ്ട്, ജിബ്രാൾട്ടർ കടലിടുക്ക്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന മേഖലയാണ് ഇത്. സ്പെയിൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളോട് ചേർന്നുകൊണ്ടാണ് ഈ പ്രദേശം. ഈ പാത തടയുമെന്നാണ് ഇറാന്റെ വിപ്ലവ ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് റസ നഖ്തി ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ചെങ്കടൽ പാതയിലെ പ്രശ്നങ്ങൾ കാരണം ആഫ്രിക്കയിലൂടെയുള്ള വളഞ്ഞ വഴിക്കാണ് ചില കപ്പലുകൾ ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തുന്നത്. ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെയാണ് ഈ കപ്പലുകളുടെ സഞ്ചാരമുള്ളത്. ഈ മേഖല കൂടി തടഞ്ഞാൽ ഇസ്രായേൽ പൂർണ്ണമായും പ്രതിസന്ധിയിലാകും എന്നുറപ്പാണ്. തടയുമെന്ന് ഇറാൻ സൈനിക കമാൻഡർ പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭീഷണി ഇസ്രായേലിനെ ഏറെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ചെങ്കടലിൽ ഹൂതികളെ നേരിടാൻ അമേരിക്ക മുൻകൈയെടുത്ത് പുതിയ സൈനിക സഖ്യം രൂപീകരിച്ചിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായെങ്കിലും ഇറാൻ്റെ ഈ ഭീഷണി കാരണം യുദ്ധക്കപ്പലുകൾ അയക്കാൻ പലരും വിസമ്മതിച്ചിരിക്കുന്നു. ഏതായാലും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് മുഴുവൻ ഇടങ്ങളിലും മതിൽക്കെട്ടുകൾ തീർക്കുകയാണ് ഇറാൻ. അധിക കാലം ഇത് ഇസ്രായേലിന് താങ്ങാനാകുമോ എന്നത് കണ്ടറിയണം.